ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്നിൽ ചോദ്യമാകാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് NVS-02. ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് NVS-02. അതായത് ISROയുടെ കറണ്ടായിട്ടുള്ള എല്ലാ വിക്ഷേപണങ്ങളും കൃത്യമായി നമ്മൾ പഠിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NVS-02 ആണ്. നോക്കാം. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണമാണ് എന്ന് പറയുന്നത് NVS-02. അപ്പോൾ ഓർത്തെ NVS-02 ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണം. ഇനി NVS-02വിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? NVS-02വിൻ്റെ വിക്ഷേപണ വാഹനം GSLV F-15 ആണ്. അപ്പോൾ ഏതാണ് NVS-02വിൻ്റെ വിക്ഷേപണ വാഹനം? GSLV F-15 ആണ്. വിക്ഷേപിച്ചത് 2025 ജനുവരി 29. ആ ഡേറ്റ് ഓർത്ത് വെച്ചോണം. 2025 ജനുവരി 29 NVS-02 വിക്ഷേപിച്ചത്. ഇനി ഗതി നിർണയ ഉപഗ്രഹമായ നാവിക്ക് ഈ NVS-02വിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കണം, GPS നമുക്കറിയാം. GPS ആ GPS-ന് പകരമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചതാണ് നാവിക്. ആ നാവിക് ഏതിൻ്റെ ഭാഗമാണ്? NVS-02വിൻ്റെ ഭാഗമാണ്. കൂടാതെ അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ വികസിപ്പിച്ച റുബീഡിയം ക്ലോക്കും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഇതിൻ്റെ മിഷൻ ഡയറക്ടർ മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു മലയാളിയാണ്. ആരാണത്? തോമസ് കുര്യൻ അല്ലേ? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരക്കാരനാണ് ആരെന്ന് പറയുന്നത്? തോമസ് കുര്യൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ സമയത്ത് ISROയുടെ ചെയർമാൻ വി നാരായണൻ. ISRO ചെയർമാൻ ആരാണ്? വി നാരായണൻ. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. വി നാരായണൻ ISRO ചെയർമാനായതിനു ശേഷമുള്ള ആദ്യ ദൗത്യമാണ് എന്ന് പറയുന്നത് NVS-02 എന്ന് പറയുന്നത്.